Good afternoon, sir. Yes, Vidya, good afternoon. Good afternoon, sir. Good afternoon, Veenu, sir. good afternoon. Good Mary, Good afternoon, afternoon, sir. sir. good afternoon. Good Rentisha, afternoon, sir. Bismi, good afternoon. Leah, good afternoon. Good afternoon, sir. Nancia, Shilu, good afternoon. Good afternoon, sir. ഇലക്ഷൻ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് സന്തോഷമായോ? ജയിച്ച പാർട്ടീസ് ഒക്കെ ജയിച്ചോ? യെസ്, സന്തോഷമായി. മേരി ജിൻസിക്ക് ലീഗും വീണു. ഓക്കെ, നാൻസിയക്ക് സന്തോഷമായി. യെസ്. ആ, ചിലപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഈ പൊളിറ്റിക്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കതിൽ ഇൻട്രസ്റ്റും ഇല്ല, അറിയില്ല. ഇവിടെ പറയും LDF ആണ്, UDF ആണ്, അങ്ങനെയാണ് ഇങ്ങനെ. വോട്ടിടുന്ന അന്ന് മത്സരിക്കണം എന്ന് തുടങ്ങും. എന്റെ ഫാദർ ഇൻ ലോ പറയും, ഞാൻ പറയും അതിന് വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ പെരിക്ക് കയറ്റൂല, അങ്ങനെ ചെയ്യും. ഞാൻ പറയാം ആ ഓക്കെ, എന്റെ അടുത്ത് എന്താണോ പറയണത് അതാണ്. എനിക്കെന്താ വെച്ചാൽ ഇതിൽ ഒന്നിനും എനിക്ക് താല്പര്യം, ഒന്നാമത് താല്പര്യമില്ല. പിന്നെ അത് എന്താണ് മൂറലി, ഇപ്പൊ ഇത് ചെയ്തിട്ട് പിന്നെ കാര്യമൊന്നും ഇല്ല. നമുക്കിപ്പോ ഇതിൽ എന്താ ചിലപ്പോ കിട്ടിയാ കിട്ടിയില്ലെങ്കില്ല. അപ്പൊ ഏതെങ്കിലുമൊക്കെ ജയിച്ചോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഞാനുള്ളത്. എന്നാത്തന്നെ എന്റെ ഇവിടെ പാലത്ത് ഞാൻ പറയും, നിങ്ങൾ തോറ്റില്ലേ, ഞാൻ ജയിച്ച്. ഏത് പാർട്ടി എപ്പോഴും അതേമാതിരി, ഏത് പാർട്ടിയാണോ ജയിക്കണത് അപ്പൊ ഞാൻ പറയും ഞാൻ ജയിച്ചു, നിങ്ങൾ തോറ്റില്ലേ. ഈ നമ്മളെ എല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു നമ്മൾ അറിഞ്ഞിരിക്കും എല്ലാവരും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ താല്പര്യത്തെ ഇവിടെ ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരും ജയിക്കാനാണ്. അങ്ങകലെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഒരു യുദ്ധം, അത് വന്നു നിന്നത് നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ അടുക്കളയിലാണ്. അപ്പോ ആ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ എനിക്കെന്ത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ല, അവിടെയാണ് യുദ്ധം നടക്കണമെങ്കിലും അതിന്റെ റിസൾട്ട് എവിടെ വരെ വരുന്നില്ല. ഇറ്റ് കംസ് ടു അവർ കിച്ചൺ, അല്ലെ? ഗ്യാസ് കിട്ടാണ്ട് ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കഴിയുന്നു. അതാണ് ഏറ്റവും വലിയ കേസ്. അപ്പൊ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്, എങ്ങനെയുള്ള ഭരണാധികാരികൾ എങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നു, നമ്മുടെ ഭരണാധികാരികൾ എന്ത് തീരുമാനം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിന് ഏതാണ്ട് പോട്ടെ, പോയത് പോയി, ജസ്റ്റ്. എന്നിരുന്നാലും ഇതെന്താണ് എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അറിയാമ്പോൾ വീട്ടിലെ വല്ല ആൺകുട്ടികള് അപ്പാപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരിതൊക്കെ അറിയാൻ പറ്റും കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എപ്പോഴും ബെസ്റ്റാണ്. നമ്മൾ ലോകത്തെ കുറിച്ചൊരു പരിജ്ഞാനം ഉണ്ടാവണ്ടേ. യെസ്, നമ്മൾ ആക്ട് ചെയ്യേണ്ട വി മസ്റ്റ് നോ ഇറ്റ്. കാര്യം കുറിച്ച് അറിയാം എന്ന് നമ്മൾ അറിയാം. യെസ്, അപ്പൊ ഒന്ന് അറിയാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, നോ പ്രോബ്ലം, എല്ലാ കാര്യങ്ങളും. യെസ്, അപ്പൊ ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത് വിട്ടുപോയി. ചിലപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റും മുഖ്യമന്ത്രി ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു പക്ഷേ ഏജൻസി ഞങ്ങളൊക്കെ പറവൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആളുകളുണ്ട്, അതുകൊണ്ട് പറഞ്ഞ. യെസ്, ഇപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് ആരംഭിക്കാം. ഹു ഈസ് ഡൂയിങ് പ്രയർ? സർ, ഞാനാണ് പ്രയർ. ഓക്കെ, ഞാൻ ചെയ്യാം. പോരട്ടെ പ്രയർ. സർ, ഞാൻ ഒരു പ്രെയർ പാടുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു 5 പാരഗ്രാഫ് ഉണ്ട്. അതിൽ 2 പാരഗ്രാഫേ ഞാൻ പാടുന്നുള്ളൂ. അത് കർണാടകത്തെ ഒരു പാടാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ്സിലൊക്കെ നമുക്ക് പറയാം, അത് പഠിക്കണ്ട. जय भारत जननी तनुजाते, जय हे कर्नाटक माते, जय सुंदर नदिवनಗಳ ನಾಡೆ, ಜಯ ಹೇ ರಸ ಋಷಿಗಳ ಬೀಡೆ, ಭೂದೇವಿಯ ಮುಕುಟದ ನವಮಣಿಯೇ, ಗಂಧದ ಚಂದದ ಹುಣ್ಣಿನ ಗಣಿಯೇ, ರಾಘವ ಮಧುಸು ಧರಣಿ ವದರಿ, ಭಾರತ ಜನನಿ ತನುಜಾತೆ, ಜಯ ಹೇ ಕರ್ನಾಟಕ ಮಾತೆ, ಜನನಿಯ ಜೋಗುಳ ವೇದದ ಘೋಷ, ಜನನಿಗೆ ಜೀವವು ನಿನ್ನಾವೇಶ, ಸುರಿನ ಗಿರಿಗಳ ಸಾಲೆ,
ನಿನ್ನಯ ಕೊರಳಿನ ಮಾಲೆ ಕಪಿಲ ಪತಂಜಲ ಗೌತಮ ದಿನನುತ ಭಾರತ ಜನನಿಯ ತನುಜಾತೆ ಜಯ ಹೇ ಕರ್ನಾಟಕ ಮಾತೆ. കഴിഞ്ഞു സർ. ഓക്കെ 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 ഒരു ദേശീയ ഗാനത്തിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു ട്യൂണിന്. അതെ സർ, ഇത് ഏകദേശം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരിതാണ്, പക്ഷെ അത് പോയി. ഞാൻ പറഞ്ഞുതരാം. അത് ഈ പാട്ട് എന്ന് പറയുന്നത് കർണാടകത്തെ ഒരു സോങ് ആണ്. അത് രാഷ്ട്രകവി ആയിട്ടുള്ള കുവെംപു എന്നുള്ള ആളാണത് രചിച്ചിട്ടുള്ളത്. ഹുബ്ബള്ളി വെങ്കട്ടപ്പ ഗുണ്ടപ്പ എന്നാണ് മൂപ്പരെ ഫുൾ പേര്. 1924 ഇത് രചിച്ചിട്ടുള്ളത് ഈ ഒരു ഗാനം. ജനുവരി 6, 2004 കർണാടക സർക്കാർ ഇതിനെ നാടകീയമായിട്ട് ഘോഷിച്ചത്. ഇത് മൈസൂരിലുള്ള അനന്തസ്വാമി എന്നുള്ള ആളാണ് രാഗം ഇതിന് ഇട്ടത്, ഈ ഒരു പാട്ടിന് രാഗം ഇട്ടത്. അതേമാതിരി അശ്വിത് അവരാണ് ഇതിന് താളമിട്ടത് ഈ ഒരു പാട്ടിന്. ഇത് കർണാടകത്തുള്ള സ്കൂളിൽ, ഈ കർണാടകത്ത് മാത്രമാണ് ഈ പാട്ട് വന്നിട്ടുള്ളത്. അതേമാതിരി കർണാടകത്ത് എന്ത് ഫങ്ഷൻസും അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രഗീത, അവിടുത്തെ ഒരു നാടകീയമായിട്ട് ഈ ഒരു സോങ് ആണ് പാടപ്പെടുന്നത്. Okay, that's it. Thank you for the information. Welcome. Sign in. Yes. Good afternoon, respected Job sir. It's my great pleasure to welcome dear Job sir to our class today. We are grateful for your time and guidance, and I also welcome to my dear friends into the class. Thank you. Okay, okay. Well, simple and humble. Okay, see. Okay, Remy. Yes. The thought of the day. Yes, Good afternoon. Education is not the learning of facts, but the training of mind to think. Albert Einstein. Yes, not merely learning facts. Correct. കുറെ കാണാതെ പഠിക്കലല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Am I right? Yes. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചും കരുതലോടുകൂടി ഇടപെടണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇടപെട്ടില്ല എങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം അത് വളരെ വലുത്. നമ്മൾ വിചാരിക്കും മുന്നിലിരിക്കുന്നത് കുട്ടികളല്ലേ, അവരോട് ഇപ്പൊ ഇത്രയും ഇത് കാണിക്കണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഒരു സംഭവം പറഞ്ഞു. എന്നോട് പറയാം, ഞാൻ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസില് മ്യൂസിയം ഓഫ് വേർഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ചെറുകഥാ മത്സരം, മ്യൂസിയം ഓഫ് വേർഡ്സ്. അപ്പോ ആ ചെറുകഥാ മത്സരത്തില് ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ചെറുകഥാ മത്സരത്തിൽ പങ്കെടുക്കും. അതിന്റെ 1ാം സമ്മാനം തന്നെ ഈവൻ 25 lakhs ഇന്ത്യൻ കറൻസിയോട് മാറ്റുമ്പോൾ 25 ലക്ഷം രൂപയോളം വരും 1ാം സമ്മാനം. അപ്പൊ ആർക്ക് വേണമെങ്കിലും എടുത്ത് പങ്കെടുക്കും. അപ്പൊ ഈ കഥ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വെടിവെക്കണ കഥയാണോ? അത് ഞാൻ പറഞ്ഞാണോ? അതെ. പറയുന്നില്ല. ഏതോ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ വിചാരിച്ചത്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. യെസ്. അപ്പൊ പകരം നമ്മള് ഒരാളെ വിളിക്കുകയാണ്, വിദ്യ. നമ്മുടെ ഈ വിദ്യ. Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്രതീക്ഷിച്ച ആളൊക്കെ ജയിച്ചോ നാട്ടില്? ഞാൻ LDF ചെയ്തിട്ടുണ്ടായി. LDFന്റെ ആളാണ് വിദ്യ അല്ലേ? ഏതായിരുന്നു വിദ്യയുടെ മണ്ഡലം? കളമശ്ശേരി. കളമശ്ശേരി. ഓ, പി രാജീവിന്റെ മണ്ഡലം അല്ലേ? അതെ. മുപ്പത്തടുത്തല്ലേ വീട്?
അതെ, ഞാൻ എന്റെ വീട്ടിലാണ് ചെയ്യാൻ പോയത് വോട്ട്. എന്റെ ഇപ്പോഴും മാറ്റിയിട്ടില്ല, അവിടെ തന്നെയാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. തന്ത്രപരമായ നീക്കമാണ് അല്ലെ? ഇലക്ഷൻ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് വരിക എന്നുള്ളൊരു നീക്കമാണ്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ വിദ്യ. അപ്പോ എന്താ പറയാ, ഭർത്താവിന്റെ നാട്ടിലും സ്വന്തം നാട്ടിലുമായിട്ട് വിദ്യക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? യു ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. യെസ്, ആ ഫ്രണ്ട്സിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? 100 പേര് 10 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 25 പേര് നല്ല സുഹൃത്തുക്കളുണ്ട്. ബാക്കി 75 പേര് ഇപ്പൊ കാണുമ്പോൾ ചിരിക്കും, വിശേഷം പറയും, ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. 25 പേര് നല്ല സുഹൃത്തുക്കളുണ്ട്. ആ 25 പേരിൽ തന്നെ 3-4 പേര് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ആ 3-4 പേരില് ഒരാള് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു സുഹൃത്തുക്കൾ, നമ്മളതിനെ ദ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെ, നമ്മൾ ചങ്ക് എന്നൊക്കെ പറയില്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് വിദ്യക്കുണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് വിദ്യയോട് ചോദിക്കുന്നത്, ആരാണ് വിദ്യയുടെ ഫേവറേറ്റ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട്? ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? വിദ്യക്ക് പറയാം, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് സിമി. സിമിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. സിമിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി എന്തുകൊണ്ട് സിമി വിദ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടായി, അല്ലെങ്കിൽ വൈ ഡിഡ് യു സെലക്ട് സിമി ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്? അപ്പൊ ഒരു പക്ഷെ പറയാൻ പറ്റും. സോ ഷീ ഈസ് മൈ ക്ലാസ്മേറ്റ് ഫ്രം 1st സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ്. സിമി എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു 1st സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ. മാത്രമല്ല, ഷീ ഈസ് വെരി സപ്പോർട്ടീവ്. അവൾ വളരെ സപ്പോർട്ടീവ് ആണ്. ഇൻ മൈ ക്രൈസിസ് ഷീ വാസ് ഓൾവേസ് വിത്ത് മീ. എന്റെ ജീവിതത്തില് പല പ്രതിസന്ധികൾ വന്നപ്പോൾ എന്റെ ഒപ്പം നിന്നത് അവളാണ്. എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ധൈര്യം തന്നത് അവളാണ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് ഞാൻ സിമിയെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതത്തോടൊന്ന് നോക്കിക്കഴിയുമ്പോ അല്ലേ ബഷീറ, നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്താൻ പറ്റും. യെസ്, ആരാണ് ആ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നിങ്ങളൊന്ന് എഴുതി വെക്കും. എന്നിട്ട് നിങ്ങൾ പറയാ എന്തുകൊണ്ടാണ് അതിനെ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്. യെസ്, എന്നിട്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണം? നിങ്ങളുടെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ അയച്ചു. എന്നിട്ട് പറയാ, ഈ ക്ലാസ്സിന്റെ ഇത്രാമത്തെ മിനിറ്റില് ഒരാൾ സംസാരിക്കുന്നുണ്ട്, അതൊന്ന് പേര് നോക്കാം. യെസ്. അപ്പൊ വിദ്യക്കാണ് ഞാൻ ആദ്യം ചാൻസ് ചെയ്യുന്നത്. വിദ്യ കഴിഞ്ഞാൽ ഷീനോട്ട് വരാം. അപ്പൊ അതുകൊണ്ട് വിദ്യ ആലോചിക്കുക, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലിപ്പോ വന്നു. യെസ്, അത് വന്നു, പക്ഷെ എഴുതാനുണ്ടായിരുന്നു. എഴുതേണ്ടത് പറഞ്ഞാൽ മതി. ഇതിനൊക്കെ എഴുതുന്നത് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാലോ 2-3 വാചകം ആ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ 2-3 വൈ, എന്തുകൊണ്ടാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്. യെസ്, ആ 2 കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ സർ. പറഞ്ഞോളൂ. നിങ്ങൾ ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞു തരാം. നമുക്ക് ആർട്ടിക്കിളോട് വരാട്ടോ. യെസ്, അതവിടെ എടുക്കട്ടെ. 2 ദിവസം തുടർച്ചയായി ആർട്ടിക്കിൾ പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ വിട്ട് കൊണ്ടുവന്ന് തിരിച്ചിട്ടാണ്. ഓക്കെ വിദ്യ, യു സ്റ്റാർട്ട്. My best friend is Swapna Joseph. She was my colleague. Yes. She is someone. My best friend is someone who know me better than anyone else. Very good. Very good. She always find a way to support each other. Yes. She is a best listener to me. Best listener. യെസ്, ഞാനത് ശ്രദ്ധിക്കട്ടെ. ആരും പറയാത്ത എന്തെങ്കിലും പോലെ ഇത് നല്ലൊരു കാര്യമാണ് വിദ്യ. ഷീ ഈസ് എ ലിസണർ. ഞാൻ പറയുന്നത് എല്ലാം കേൾക്കാൻ ഒരാള്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ബെസ്റ്റ് ലിസണർ. She is always support my any bad situations. യെസ്, ഓക്കെ.
പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടായിരുന്നു, നല്ലൊരു ലിസണറാണ്. പിന്നെ She's a very helpful person. ഇപ്പോ ഈ പേരെന്താ പറഞ്ഞത്, കൂട്ടുകാരുടെ പേര്? Swapna Joseph. സ്വപ്ന ജോസഫ്. ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ അവിടെ തന്നെ ഉണ്ട്, നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ. യെസ്, ഓക്കെ ഓക്കെ. ഇപ്പോഴും വിദ്യക്ക് സ്വപ്നയുമായിട്ട് കോണ്ടാക്ട് ഇല്ലേ? ഉണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പോ വിദ്യക്ക് കൊടുത്ത ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അല്ല സ്വപ്നയ്ക്ക് കൊടുത്തത്. ഓക്കെ വിദ്യ, വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യമായിട്ട് താങ്ക് യു വിദ്യ സർ. പറഞ്ഞിട്ടുണ്ട്. വിദ്യ പറഞ്ഞപ്പോൾ വിദ്യയുടെ വാക്കുകളിൽ ഞങ്ങള് നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആത്മാർത്ഥത തൊട്ടറിയുന്നു. യെസ്. ഷിലു, നീനു, ഗെറ്റ് റെഡി. ഷിലു പറയൂ, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? My best friends are Kanni and Ponni. രണ്ടുപേരുണ്ട്. ഓക്കെ. They are twins. യെസ് We studied together from KG to 12th. യെസ് We are together as a family യെസ് and also keep in touch. യെസ് And I can share my all things to them and also Yes. feel happy when talk to them. യെസ്. That's all, sir. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കുന്നത്, ഷിലുവിന് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഞാനൊന്ന് എന്താ പറയാ മുന്നോട്ട് നീങ്ങിട്ട് ചോദിക്കണേ, അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഷിലു ആണ് എന്ന് ഷിലുവിന് തോന്നിയിട്ടുണ്ടോ? ആയിരിക്കാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ബിസ്മി റാഫി, ഗെറ്റ് റെഡി. നീനു പറയൂ, ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? നീനു മകേഷ്. യെസ്, നീനു കുറച്ച് വരുമായിരിക്കും. ബിസ്മി പറഞ്ഞോളൂ. ബിസ്മി. ലിയ, ഗെറ്റ് റെഡി. Yes, yes, sir. Srilu is my best friend. ഓ, ശ്രീലു. യെസ്. സാർ എന്നെ Uh, വിളിച്ചായിരുന്നോ? നീനു, ഞാൻ വരാം ഒരു അടുത്ത വന്നേക്കാം. ഓക്കെ, പറഞ്ഞോളൂ ബിസ്മി. She was my neighbor. ഓ, യെസ്. We studied in 10th standard tuition class together. After that, we studied plus 2 in the same school. Our families know very well. Yes. She's a very supportive Yes. and also a good listener. And now also she is my best friend. Yes. Now she is in Kozhikode. Yes. ഇത്രേ ഉള്ളൂ സാർ. Okay, okay. Very good, very good, very good, very good. Okay, 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 okay. അപ്പൊ ബിസ്മിയുടെ സുഹൃത്ത് ആരാണെന്ന് പറഞ്ഞു. ഷീസ് ഫ്രം കോഴിക്കോട്. അപ്പൊ ഞാൻ ലീലോട്ട് വരേണ്ട ഒരു വിട്ട്. നീനു പറയൂ, നീനു. സാർ ഞാൻ എഴുതിയിട്ടൊന്നും ഇല്ല, ഞാൻ ഓർത്ത് പറയാം. ഇതിലാക്കാൻ വിട്ടേ അതൊക്കെ ഇത് ഞങ്ങളുടെ ജോസാന്റെ ക്ലാസ്സിലെ ഇതിപ്പോ ഞാൻ എഴുതണമെന്നില്ല. അപ്പൊ അദ്ദേഹത്തെ പറയും, പിന്നെ കേൾക്കുന്നതാരല്ലേ, അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. യെസ്, അങ്ങനെ പറഞ്ഞേക്കാം, എഴുതുന്നതും വേണ്ട. യെസ്. My best friend name is Shaija. ഷൈജ. Shaija. We studied 1 to 10th class. യെസ്. ഓ, വെരി ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. I like her character and attitude. She's very soft-hearted person. ഓ, ആരും പറയാത്തത് പോലെ ഷീ ഈസ് വെരി സോഫ്റ്റ് ഹാർട്ടഡ്. യെസ്, മൃദുല ഹൃദയ. ഓക്കെ, വെരി ഗുഡ്. So she's supporting every problem. Yes. To me, she told a very calm and quiet sentences and Yes. she's very supporting. So Okay, okay. I really like Shaija. അപ്പൊ ഏകദേശം നീനുവിന്റെയും ആ കൂട്ടുകാരുടെ സ്വഭാവം ഒരുമിച്ച് പോകുന്നതാണ് അല്ലെ? Yes. I like that. അതുകൊണ്ടാണ് mentally വളരെ sync ആയത്. Okay.
Yes, sir. The Yes, main yes, yes. reason is that he's very soft person. So I like, I very Very like good. it. അത്രേ ഉള്ളൂ സാർ. Okay, very good, very good, Neelu. Very good, very good, very good. Anjusha, get ready. പറഞ്ഞോളൂ ലിയ. Who is your best friend? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനൊന്നുമില്ല, പക്ഷെ അയാൾ ഞാൻ കാണിച്ചു തരാം. മാമാടെ മോളാ. Yes. Oh, ബെസ്റ്റ് very ഫ്രണ്ട് good. ഒന്നല്ല, കസിനാണ്. Yes, പക്ഷെ okay. ചെറുപ്പം മുതലേ ഒരുമിച്ചാണ്. പിന്നെ കല്യാണം കഴിഞ്ഞത് ഒരു വീട്ടിലേക്കാണ്. അവൾക്ക് ഞാനില്ലാണ്ട് പറ്റൂല, എനിക്കും അവളില്ലാണ്ട് പറ്റൂല. Yes. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവളോട് പറയും, അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നോട് പറയും. Yes. Okay, 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 okay. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ എന്ത് സന്തോഷമാണല്ലേ രണ്ടുപേർക്കും. പിന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ചാ പഠിച്ചതും ഒക്കെ ഒരുമിച്ചാ. അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ടില് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സ്വഭാവം ഉണ്ടായിട്ടിരുന്ന? ഇഷ്ടപ്പെടാത്തതാ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കണത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും, ഇവള് പറയാണ്ട് ചിലപ്പോ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. അത് ഇവള് മറച്ചു വെച്ചാല് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാല്. പക്ഷെ ഇവൾക്ക് എന്നോട് പറയാണ്ടിരിക്കാൻ പറ്റൂല, ഇവൾക്ക് പറയണമെന്നുണ്ടാവും. പക്ഷെ ആരെങ്കിലും ഇവളോട് പറഞ്ഞിട്ടുണ്ടാവല്ലോ, പറയരുതട്ടാ, നീ അവളോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ. പക്ഷെ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് പറയാണ്ടിരിക്കാൻ സമാധാനക്കേട് ഉണ്ടാവും. അങ്ങനെ ഇതാണ് എനിക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ കുറെ കാര്യം കണ്ടുപിടിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ തല്ലുപിടിക്കാതിരിക്കൊന്നുമില്ല, തല്ലുപിടിക്കും. അത് വേറെ കാര്യം. പിടിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്തിരി വെട്ടിയായിട്ട് പൊള്ളിച്ചുണ്ട്. അങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പോ ഇതിപ്പോ ഒരു നല്ല വിചിത്രമായ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണിച്ചതുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ. അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കാണിക്കാന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ പൂവല്ലോ ഉണ്ണിനെ ക്രീം കുളിപ്പിച്ചിട്ടേ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ള, ക്രീം തേച്ചെടുക്കാൻ പൂവീണ് പറഞ്ഞിട്ട് ഇരുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സാറിന് കാണിച്ചു കൊടുത്തിട്ട് നീ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇരിക്കാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് ഫ്രണ്ടിനും ആശംസകൾ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മേരി ജിൻസി, സാറിനോടൊന്ന് ചോദിച്ചു നോക്കി അവൾക്ക് അങ്ങനെയാണോന്ന്. അത് ചോദിക്കുള്ള കസിന്റെ പേരെന്താന്ന് പറഞ്ഞത്? നിനക്ക് അതുപോലെ തന്നെയാണോന്ന്. എങ്ങനെയുണ്ട് ലീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കസിൻ സിസ്റ്ററിന്? അങ്ങോട്ട് കൊടുക്ക്. ലീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്ന് ചോദിക്കട്ടെ. മനസ്സിലായില്ല. കസിൻ സിസ്റ്റർക്ക് ലീനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിനക്ക് എന്നെ വെച്ചിട്ട് എന്താ അഭിപ്രായം? ഞാൻ നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ കള്ളത്തിയാണോ എന്നൊക്കെ പറയ്. ഞാൻ നല്ല കുട്ടിയാണോ പറയേ. പറയുള്ളൂ. അപ്പൊ ഇവിടെ എനിക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും. ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ നല്ല സിങ്ക് ആണെന്ന് മനസ്സിലായി അല്ലേ വിദ്യ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ എന്താ പറയാ, ഇണങ്ങിയും വിടങ്ങിയും വർഷങ്ങൾ ഇനിയും മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇൻഷാല്ലാ. മേരി ജിൻസി ഗെറ്റ് റെഡി. രഞ്ജുഷ പറയൂ. രഞ്ജുഷ. Good afternoon, sir. Yes, good afternoon. പറയൂ രഞ്ജുഷ. My best friend is Arya. She's my relative and childhood friend also. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ, കട്ടായി ആവുന്നില്ല, റേഞ്ച് കുറവാണ്. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ, ഓക്കെ, പറഞ്ഞോ. We are together to study first standard to 10th standard. Okay. We have too much memories, good memories. Yes. Okay, thank you, sir. Okay, okay, okay. Clear ആയിരുന്നില്ല രഞ്ജുഷ. യെസ്, ഓക്കെ, ഓക്കെ. എന്നാലും ഒന്ന് നോക്കാം നമുക്ക്. താങ്ക്സ് ചെയ്യാം. യു ഗെറ്റ് റെഡി. മേരി ജിൻസി പറയൂ. Yes, sir. My best friend's name is Reena. Reena. Okay. Reena. Reena.
We studied in the same school, but we were Yes. not friends at that time. Friendship started later during our degree classes. Yes. And since then, we have become very close. Yes. She is very kind and caring person. Yes, very kind. Okay. നേരെ സോഫ്റ്റ് ഹാർട്ട് വന്നിരുന്നു, ഇവിടെ കൈൻഡ് ആയി. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂ. We have been friends for a long time. Yes. And our friendship is very special to Yes. me. Yes. My friend is always care for me, and in we share happy, and we have time to spend to happiness and difficult times. She helped me Yes. in my studies also, and encourages me to do Yes. my best. We enjoyed spending time together, sharing our thoughts and helping each other. Yes. Then now, even if we are busy with our own lives, we always stay in contact. We Yes, regularly very- call each other and share our happiness, problems, and daily experiences. This keep our friendship strong. That's all, Oh, sir. very good. ഓക്കെ, മേരി ജിൻസി നല്ല കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ജിഷ, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ജാൻസിയ. ജാൻസിയ, Sir, who is your best friend? രണ്ട് friends ഉണ്ട്. I have two best friends. Yes, okay. My first best friend is, she not my friend, she was my everything. My cousin sister, she was 5 months. I'm big for her. She can understand everything, my happiness, Yes. my sadness. When I'm called, she can understand my voice. I'm happy or not, I'm sad. She can understand each of thing. Like I'm saying, how are you? I'm okay da. She can understand I'm not okay. Have any problem? She will ask with me, you have any problem? She can understand each of thing. She's name is Tashrik Fry. She's name is Fatimat Rafia. Yes. She is my childhood sister. Yes. And my second best friend is my daughter, my elder daughter. She can understand everything. When I'm sitting silently, she will say, what happened? Have any problem? I can understand, mom. You can say with me, you have any problem. She will solve every problems with me. And second, she is my second best friend in my life. Yes, yes, yes. She is that. Okay, okay, okay. Oh, very good, very good, very good. And you are the best friend of your mother? Yeah? Yes. She was very naughty. Very naughty. In which standard you are studying now? In second standard. Your good name? Aisha. Aishu. What is your opinion about your mother? അമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? What is your opinion about your mother? Yes. Okay, Shinu, always keep with your mother, always supportive. Okay, 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 very good, very good. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റ് പറയാം. യെസ്, കീർത്തി ഭയങ്കര എനിക്ക് എന്തെങ്കിലും സങ്കടമോ അല്ലെങ്കിൽ എന്റെ കണ്ണിന്ന് കണ്ണീരോ എന്തെങ്കിലും വന്നാ പെട്ടെന്ന് വരും, എന്നെ ഇങ്ങനെ തൊടും. എന്താ പറ്റിയേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്മച്ചിക്ക്, എന്റെ അടുത്ത് പറ. എന്റെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാ അപ്പൊ തുടങ്ങുള്ളൂ കരയാൻ. അമ്മച്ചിക്ക് എന്താ പറ്റിയത്, എന്റെ അടുത്ത് എന്തൊന്നും പറയാറുണ്ട്, എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. ഞാൻ ഒന്ന് റിലാക്സ് ആയി ഓളെ നോക്കി ഓളെ പേര് വിളിച്ച് ചിരിച്ചാലേ ഓള് എൻ്റെ അടുത്തുനിന്ന് പോകുള്ളൂ. അപ്പോഴാണ് ഓള് ഓക്കെ ആകണം. ഇപ്പൊ അമ്മച്ചി ഓക്കെ ആണ്. എന്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടാളും മാത്രമേ ഉള്ളൂ. Oh, very good, very good, very good. Keep it up. Very good, very good. Kirti PS, get ready. Jisha, പറയൂ. Good afternoon, sir. Yes, good afternoon. Ginny is my best friend. Yes, Ginny. She is my sister.
Oh, very good. We are sisters, more than sisters, we are friends. Yes. She is very lovely and helpful person. A younger sister or elder sister? Younger sister. Younger sister. Yes. Then. She is working as a teacher. Yes. Thank you, sir. Okay. Very good. Very good. Very good. പറഞ്ഞു വരുമ്പോൾ തന്നെ ജിഷയുടെ കണ്ടപടവും അല്ലേ? We can understand the emotional bonding between you and your sister. Okay. Very good. Very good, Jisha. Yes. Sunela, you get ready. Kirti. Okay, sir. Yes. I would like to introduce you to Chichu, who isn't just my friend. She has been a constant part of my life since we were toddlers in LKG back in 1994. It's incredible to think that we have grown up together, navigate every stage of life from our very first days of school to where we are today. Having a friendship that lasts over 30 years is a rare gift. She is the person who knows my history, understands my journey, and has stayed by my side through it all. She is more than a friend. She is my family, and I am so proud that all these years we are still as close as ever. Thank you. Yes. Okay. Very good. Very good. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളെ ഒരുപാട് ആളുകൾ നമ്മൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആവാം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, വി ഷുഡ് ബി ദ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ കേൾക്കാനായിട്ടുള്ള മനസ്സെപ്പോഴും കാണിക്കുക. യെസ്. അപ്പൊ അതൊരു പക്ഷേ ഒരു ചിലപ്പോൾ പല ആളുകൾ ജീവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഒരു ക്രൈസിസിൽ നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ ഒഴിഞ്ഞു പോവുകയല്ല വേണ്ടത്, ഒന്ന് തലോടുക, ഒന്ന് ആശ്വസിപ്പിക്കുക. അത് ഒരുപാട് ഗുണം ചെയ്യും. അൽഫിയ, ഗെറ്റ് റെഡി. സുനൈന പറയും. സർ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയായത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരു ചെറിയൊരു സിറ്റുവേഷൻ, എൻ്റെ ഉമ്മ മരിച്ച ടൈമായിരുന്നു. മരിച്ച് ഒരു 2-3 years കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടാണ് എനിക്കൊരു ചെറിയൊരു പ്രോബ്ലം വന്നു. സ്കൂളിൽ നിന്നാണ് ഒരു ചെറിയൊരു ഫാമിലി പ്രോബ്ലം വന്നു. ആ ഇതില് എനിക്ക് എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടതെന്നില്ല. ഞാൻ ചെറിയ പ്രായമാണ്, 7th പഠിക്കണുള്ളൂ. ഞാൻ 5th പഠിക്കുമ്പോഴാണ് ഉമ്മ മരിച്ചത്. അപ്പൊ 7th പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ എന്നാണ് പറയാം. അത്രത്തോളം ഞാൻ ഡിപ്രഷനിൽ പോയി. എൻ്റെ ഒപ്പം ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഇതില് ഞാൻ ചെറുതായിട്ട് സൂസൈഡ് ചെയ്യാൻ നോക്കിയായിരുന്നു. കുറച്ച് മെഡിസിൻ ഒക്കെ കുടിച്ച് ആകെ പേടിച്ചു പോയി, ആകെ പാനിക്കായി. ഞാന് ഓളെ പിടിച്ച് ആരടുത്ത് പറയരുത്. എന്നിട്ട് ഞാൻ കുറെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കുടിച്ച് ഏകദേശം ഒരു ഫുള്ള് ബോട്ടിലുള്ള കുറെ മെഡിസിൻ, എന്തിന്റെ മെഡിസിൻ ആണെന്നൊന്നും അറിയില്ല, ഒക്കെ എടുത്ത് കുടിച്ച് ആള് നേരം വെളുക്കണത് വരെ ഉറങ്ങാതെ എൻ്റെ അടുത്തിരുന്ന് 5 മണിയായപ്പോ തുടങ്ങിക്കുന്നു എന്നെ വിളിക്കാൻ. എനിക്കിടി ഇത് എന്താ എണിക്കാത്ത? ആകെ പേടിച്ചു പോയി, ഞാൻ എണിക്കണില്ല. പിന്നെ ആള് വെള്ളമൊക്കെ കൊടുന്ന് എന്നെ മേത്ത് പറഞ്ഞു, ഇതൊന്നും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല, ആ മെഡിസിനൊക്കെ ചത്തുക്കിട്ട് തോന്നുന്നു, ഒന്നും പവറില്ലാത്ത മെഡിസിനാ തോന്നിട്ടുണ്ട്, ഞാൻ പോയില്ലാറിന്. ഓക്ക് ദേഷ്യം വന്ന് എന്നെ അടിച്ച്, ഇനി മേലെ എങ്ങനെ ചെയ്ത നിന്നെ ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് ഓൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത്. അത്രക്കും സിൻസിയർ ആയിരുന്നു എൻ്റെ ഒപ്പോള്. ഓക്കെ. ഞാനിത് പറയുമ്പോഴേ നിങ്ങളതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ സേവ് ചെയ്ത് നോക്കണം. ഓരോരുത്തരും പറയുമ്പോൾ എന്നെ കഴിഞ്ഞു ഞാനിത് പോകുന്നതല്ല. ഇത് നിങ്ങൾക്ക് ആവശ്യം വരും എവിടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ. ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇത് കോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് പറയണം, പണ്ട് ഞങ്ങൾക്ക് ജോബ് സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പറയാൻ പറ്റാം. ഞാനിത് പറഞ്ഞത് കറക്റ്റാണ്. എനിക്കൊരു പണ്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ എനിക്ക് വളരെ പരിചയമുള്ളതാണ്, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോ എപ്പോഴും ഞങ്ങൾ തമ്മിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടോ, ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യും. അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ വന്നു, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ടീച്ചറുടെ അടുത്ത് ഞാൻ വന്നിട്ട് പറയും അവിടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്ന് പറയും. ടീച്ചറാണ് ആദ്യം മരിക്കണമെങ്കിൽ ടീച്ചർ വന്ന് എന്നോട് പറയണം, അവിടെ മരിച്ചിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇന്നൊക്കെയാണ് അവിടെ കാണുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് വന്ന് പറയണം. അധികം പ്രാവശ്യം വരണ്ട, ഒരു പ്രാവശ്യം വന്നാൽ മതി എന്ന് പറഞ്ഞു. യെസ്. അപ്പോ പിന്നീട് ടീച്ചർ ഇപ്പോ സാൻസി പറഞ്ഞതുപോലെ ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്, വേറെ ചില പ്രശ്നങ്ങളെ പേര് സൂയിസൈഡ് ചെയ്തു. അപ്പൊ
ആ സൂയിസൈഡ് ചെയ്ത സമയത്ത് ഞാൻ ഇവരുടെ വീടിന്റെ വാതിൽക്കിലൂടെ പോകുന്നുണ്ട് വാഹനത്തിൽ. എനിക്ക് അവിടെ വന്നപ്പോൾ തോന്നി, ഒന്ന് നിർത്തി അവരുടെ വീട്ടിൽ കയറി കുറച്ചേരം വർത്തമാനം പറഞ്ഞാൽ ഇടയ്ക്ക് പോറലാണ്, പോയാലോ എന്ന് എനിക്ക് തോന്നി. പിന്നെ വേണ്ട, പിന്നെ വരാം നമ്മൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നീട് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പിന്നീട് അവരുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ സമയത്ത് ഒരു പക്ഷേ സാറിനോട് കയറിയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ നടക്കുമായിരുന്നില്ല, ഈ സൂയിസൈഡ് ഒരു പക്ഷെ നടക്കുമായിരുന്നില്ല. അപ്പൊ ചിലപ്പോ ഞാൻ നേരത്തെ അറിഞ്ഞേനെ എന്ന് പറഞ്ഞു. കാരണം ടീച്ചർ ചെയ്തത് പിതാവ് വീട്ടിൽ ഫ്രണ്ടിലുണ്ട്, പക്ഷെ പുള്ളി പോലും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞിട്ടാണ് പുള്ളി ഇത് സംഭവം അറിയുന്നത്. യെസ്. അപ്പോ ചില സമയത്ത് നമ്മൾ മനസ്സിലത് തോന്നും. അത് തന്നെയാണ് കാര്യം. ഞാൻ പറയാം, ഒരുപക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ ഒരു വയ്യാഴിക വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഒരു മെന്റലി ഒരു സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യും. യെസ്, ഒരു സംതിങ്, ഒരു അകാരണമായിട്ടുള്ള എന്തോ ഒരു അസ്വസ്ഥത വരാം. യെസ്, അങ്ങനെ ഓക്കെ വരൂ. യെസ്, അത് തീർച്ചയായിട്ടും വരും. നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വയ്യാഴിക വന്നാൽ നമുക്കൊരു അകാരണമായിട്ടുള്ള ഒരു സംഗതി വരും. യെസ്, ഒരു ഫീല് വരും. യെസ്, അപ്പൊ അന്ന് എനിക്കത് വന്നതാണ്. എന്റെ തന്നെ ഒരട്ടം നടന്നിട്ടുണ്ട്. എന്റെ ഇപ്പൊ എന്തോ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുകയാണ്. എനിക്ക് വിളിക്കാൻ എങ്ങനെ വിളിക്കാന്നുള്ള ചിന്തയിൽ ഇരിക്കുകയായിരുന്നു എന്റെ ഉപ്പ. അതിലാണ് ഒരു ദിവസം ഞാൻ വിളിച്ചത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിളിക്കണം പറഞ്ഞ് നിൽക്കായിരുന്നു, പക്ഷെ എങ്ങനെ ഞാൻ വിളിക്കും, എന്ത് പറഞ്ഞാ ഞങ്ങൾക്ക് വിളിക്കാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആളെ മനസ്സിലുള്ള ഭാരം ഒന്ന് ഇറക്കി വെക്കണമായിരുന്നു. അത് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എനിക്ക് വിളിക്കും വേണം, എന്നാ എങ്ങനെ വിളിച്ച് എവിടുന്ന് തുടങ്ങി എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിന് ഞാൻ വിളിച്ചും ചെയ്തു. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ പല രീതിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളോട് മല്ലിട്ടിട്ടാണ് നമ്മളിവിടെ വരെ എത്തുന്നത്. അപ്പൊ വി ഹാവ് എക്സ്പീരിയൻസ്ഡ് സോ മെനി തിങ്സ്. അപ്പൊ സുനൈന അപ്പൊ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്, അൽഫിയ ഗെറ്റ് റെഡി. പറഞ്ഞോളൂ സുനൈന. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബ്രദറാണ്. നമ്മള് 2 മക്കളാണ് ഉമ്മാക്ക്, ഞാനും എന്റെ ബ്രദറും. പിന്നെ എല്ലാ കാര്യങ്ങളും പറയും. മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗൾഫിലാണ് അവന്, ബുദ്ധിമുട്ട് കാര്യങ്ങള് വിഷമങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവന്റെ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എങ്ങനെയാ ഇത് പറയണ്ടേന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോ നല്ല വഴക്ക് കിട്ടുന്ന കേസായിരിക്കും, വഴക്കും തരും. ഒരു യങ്ങർ ബ്രദർ ആണെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും അവനൊരു എൽഡർ ബ്രദർ ആണ്. നമ്മൾക്ക് പേടി, ബഹുമാനം, സ്നേഹം എല്ലാം ഉണ്ട്. ചില സമയത്ത് എനിക്ക് ആകെ പേടി വന്നിട്ടുണ്ടാവും. എന്ത് കാര്യമാണെങ്കിലും പറയൂ, അപ്പത്തേക്ക് എന്തെങ്കിലും സമാധാനിപ്പിക്കൂ. അതിങ്ങനെ ആയതുകൊണ്ടല്ല, ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇനി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം അവനെയാ വിളിക്കാം. അപ്പൊ എന്താ പറയുന്നത് അനുസരിക്കും. ചിലപ്പോ അവന്റെ അടുത്ത് അവന് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തെറ്റായ കാര്യം ആയിരിക്കുവേ. ഷോനൊരു കാര്യം പറഞ്ഞാൽ പറയും എന്റെ അടുത്ത്, ഞാൻ പറഞ്ഞതാണ്, ഇനിയൊന്നും മാറ്റൂലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അത് തിരുത്തും. ചില സമയത്ത് ഞാൻ ഉമ്മാനെ ഒരു ചെറിയൊരു ഭീഷണിപ്പെടുത്തൽ പെടുത്തും. ഇതാ ഞാൻ എന്റെ അടുത്ത് പറയുകയെന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഇഷ്ടം സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അതാണ് ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ ബ്രദർ തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് സുരേഷ, വെരി ഗുഡ്, വെരി. അങ്ങനെ ഒരു സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് വളരെ പ്രൊട്ടക്ഷൻ ആണ്. ഒരുപാട് കാര്യം പ്രൊട്ടക്ഷൻ. ഹസീന, ഓക്കെ, ഹസീന യു ഗെറ്റ് റെഡി. Alfia, പറയൂ. Good afternoon, sir. Yes, good afternoon. Continue. I'd like you all to meet Najifa, who has been my best friend since 2009. We have been side by side for 17 years now, growing up together and supporting each other through every single chapter of our lives. From the kids we were when we met to the people we are today in 2026, she has been my most consistent support system and the sister I got to choose. There is no one who knows my story better than she does, and I truly could not imagine my world without her. Thank you, sir. Very good, very good. അപ്പോ ആൽഫിയെ കുറിച്ച് ബയോഗ്രഫി എഴുതാനാണെങ്കിൽ ആ സിസ്റ്ററോട് പറഞ്ഞാൽ മതി അല്ലേ? Yes, very good, very good. She knows me very well, better than others. Okay? Yes. Very good, very good, very good. Mubashira, get ready. Hasina, പറയൂ. My husband is my best friend.
Yes. He understand me perfectly. Yes. He is accept me with all my character. Yes. He respects me and value my personality. Yes. He can understand my problems in my voice and in my face. Yes. His voice gives happiness to me in my difficulties. Yes. He is all in my life. Yes. Very good. Very good. Very good. Very good. Very good. Yes. Sharanya Mohan, get ready. Mubashira, for him. Good afternoon, sir. Yes, good afternoon. My best friend is Nubla. She is very best friend, listener, and supporter. She Yes. support and find remedy for any problem. She consoled our problem. We share happiness. We spend time together at school time. Now we are always in contact also. Often we see there in any ceremony like a marriage ceremony of their family and also in my family. Oh, very good. Very good. Very good. Okay, okay, okay. Mubashira, Sneha KP, get ready. Sharanya, for him. Who is your best friend? My best friend is Harida. She is my classmate, 7th standard to 12th standard. She is very supportive. She is an orphan. She used to tell me about her worries, and I used to tell her about mine as well. Now she is an Muscat. She is living a very happy life. Now and she is married. Thank She you, is sir. my best friend. Yes. Okay, okay, Sharanya. Yes, okay, Sharanya, very good, very good, very good. Keep always contact with her. Abira, you get ready. Sneha, for him. Good afternoon, sir. Yes, good afternoon. My best friend is Nimisha. I have Yes. known her since class 7. She is very supportive and caring for anything. Yes. Whatever problem she has, she hides it, goes along with our problems. Yes. My family members were there with me for my wedding as full support. Yes. She is my best friend. Okay, okay. But she is your best friend. Okay, 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 okay. Ramya, get ready. Abira, for him. Good afternoon, sir. Yes, good afternoon. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴേക്കും രണ്ടുപേരാണ്, ഹൈഫ ഫാത്തിമ ആൻഡ് അബ്ദുൾ റസാഖ്. അല്ല, ഹൈഫ ഫാത്തിമ എന്റെ കൂടെ 5th സ്റ്റാൻഡേർഡ് തൊട്ടേ ഉണ്ട്. റസാഖ് വന്നിട്ട് 10th ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ലവർ ആയിട്ടാണ് ഞങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ്. ദെൻ ഞങ്ങൾ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചു. ഡിഗ്രി എനിക്ക് 10th തൊട്ടേ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് ആണ്. ഡിഗ്രി ആ കോളേജ് ടൈമിലായപ്പോഴാണ് ഞങ്ങൾ ഇച്ചിരി തിക്കൊരു ബോണ്ടിങ് വരത്തില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു ബ്രദറായിട്ട്, ഫാദറായിട്ട്, ബോഡി ഗാർഡായിട്ട് അങ്ങനെ എക്സെട്ര പോകാം. അങ്ങനെ ഒരു വ്യക്തിയാണ് അവൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവൻ തന്നെയാണ്. കാരണം അവൻ അത്രയ്ക്ക് സ്പെഷ്യലാണ്. ഇന്നത്തെ എന്താ പറയാ, അവൻ അത്രയ്ക്ക് ഞങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കോണ്ടാക്ട് ഉണ്ട്. അവന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരെ വിളിച്ച് പറഞ്ഞിട്ട് തന്നെ അവൻ ചെയ്തത്. എന്നും പറഞ്ഞിട്ട് ഫാമിലി നോക്കും, ഫാമിലി നോക്കി അതൊരു വെറൈറ്റി ഒരു പേഴ്സണാലിറ്റി. കാരണം ഞങ്ങളുണ്ടല്ലോ അവന്റെ കൂടെ നടക്കുമ്പോ എല്ലാവരും ബാഡായിട്ട് കമന്റ് പറയും. എന്നിട്ടാ ഒരു ചെറുക്കനൊരു പെണ്ണ് നോക്കുമ്പോ സദാചാരക്കാര് പൊങ്ങി വരത്തില്ലേ, അങ്ങനെ വന്നിട്ട്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പേഴ്സണെ അവര് വേറൊരു മീനിങ്ങിന് പറയുമ്പോഴേക്കും ഞങ്ങൾ അത്രയ്ക്ക് ഹേർട്ട് ആവുമെങ്കിൽ ഇവൻ ഞങ്ങളെ പറയുന്നത് പറഞ്ഞുകൊണ്ട് പോകും. ബട്ട് നമുക്കറിയാം എന്താണ് സത്യം. സോ അത്രേ ഉള്ളൂ. Okay, okay, okay. Very good, very good, very good, very good. Okay, okay. Soji, get ready. Ramya, for him. Good afternoon, sir. Yes, good afternoon. My best friend is Danya. We studied together at LKG to 10. We studied together LKG to 10. She's my cousin. When I need her support, she's always with me. I can share my happiness and my sorrows. She understands my feelings and listens to me patiently. She makes me laugh when I am sad. She accepts
accepts me for who I am and never judges me. She always stands by me during difficult times. We share our happiness, our secrets, and that's all. Yes, very good, very good. വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. She never judges. She never judge me. എന്നെ അവൾ വിധിക്കാറില്ല കേട്ടോ. യെസ്, ആരെയും നമ്മൾ വിധിക്കാൻ പാടില്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂര്യ എം കെ, യു ഗെറ്റ് റെഡി. സോജി പറയും. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സർ 1 മിനിറ്റ് ഒരു ചോദ്യം ചോദിച്ചോക്കട്ടെ. ആ, നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോലെ നമുക്കിപ്പോ 2 ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരാളോട് പറഞ്ഞത് മറ്റാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അയാൾ എങ്ങനെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്? ഇപ്പൊ 2 ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വെക്കും, ഞാൻ പറയണ കേൾക്കുന്നുണ്ടാ? ഞാനത് സോജി മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി അപ്പോൾ ഓക്കെ, സോജി വരാട്ടോ. യെസ്, പറഞ്ഞോളില്ല. നമുക്കിപ്പോ 2 ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വെക്കേ, ഒരാളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റാളോട് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അതെങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആവും? യെസ്, നമ്മളെ മലയാളത്തിൽ ഒരു സേയിങ്സ് ഉണ്ട്, സത്യം വധ. സത്യം വധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മലയാളം ഡിഗ്രിയൊക്കെ പഠിച്ചവരെ കാര്യങ്ങൾ പറയും, നമുക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാം, പക്ഷെ അതെല്ലാം വിളിച്ചു പറയണമെന്നുള്ളതല്ല, പറയുമ്പോൾ സത്യമേ പറയാം. യെസ്, സത്യം വധ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോ നമുക്ക് ചില അപ്രിയ സത്യങ്ങൾ ഉണ്ടാവില്ലേ, ചില അപ്രിയ സത്യങ്ങൾ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റുന്നു വരികയില്ല. അപ്രിയ സത്യങ്ങൾ അത് പറയാതിരിക്കലാണ് ചില കാര്യങ്ങൾ നല്ലത്. യെസ്, അപ്പോ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതി, നുണ പറയാന്നുള്ള, പറയുമ്പോൾ സത്യമേ പറയാവൂ. സത്യം വധ എന്ന് പറയുന്നതാണ്. അതൊന്നും പേടിക്കേണ്ട. നമ്മുടെ ഇന്റൻഷൻ ഇല്ലേ, എന്താ പറയാ, നമ്മൾ അതിന് എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ആ ഒരു സംഗതി ഇല്ലേ. അതിൻ്റെ ഒരു ഇംഗ്ലീഷിലൊരു വാചകമുണ്ട്, എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ക്ലാസ് വന്നു, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഈ ഒരു വാചകം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എൻഡ് ജസ്റ്റിഫൈസ്. എൻഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവസാനം എന്നല്ല, ലക്ഷ്യം നടത്തുകൊണ്ടിരുന്നത്. എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. ശ്രീകൃഷ്ണൻ മഹാഭാരത കഥയിൽ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഇതാണ്. ഭഗവാൻ കൃഷ്ണൻ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. ലക്ഷ്യം പരിശുദ്ധമാണെങ്കിൽ മാർഗം അല്പം വളഞ്ഞതായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് യേശു ക്രിസ്തു പറഞ്ഞത്. ലക്ഷ്യവും സത്യസന്ധമായിരിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ വേണ്ട മാർഗവും ഇതാണ് ഇവർ തമ്മിലുള്ള കൺസെപ്റ്റിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോ രണ്ടുപേരോടും പറയണമെന്നുള്ളതല്ല, പറഞ്ഞു തരുന്ന കുഴപ്പമൊന്നുമില്ല, കൊണ്ടുപോകാം. ഓക്കെ, സൂര്യ എം കെ, ഗെറ്റ് റെഡി. സോജി പറയും. Good afternoon, sir. Yes, good afternoon. I have 3 best friends. One is my neighbor. Her name is Libija. And one is my sister. Her name is Roji. And one is my husband. His name is Jovi. Yes. My neighbor, she is my best friend because ഈ വിളിച്ചാൽ വിളിപ്പുറത്തെന്നൊക്കെ പറയില്ലേ സാർ, അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നേ? ഏത് സമയത്തും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്തായത് കൊണ്ട് അവൾ ഓടി വരികയും എപ്പോഴും നമുക്കൊരു സപ്പോർട്ട്, എപ്പോഴും എല്ലാ സമയത്തും. അതാണ് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ നെയ്ബർ ആയിട്ടുള്ള ലിബിജ. ദെൻ മൈ സിസ്റ്റർ, ഷീസ് മൈ എൽഡർ സിസ്റ്റർ, ബട്ട് 2 years ഡിഫറൻസ്. ഞങ്ങൾ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ഇപ്പം ഒരു 25 years ആയി. അന്ന് മുതൽ ഇന്ന് വരെയും വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ 2 പേരുടെ ഫാമിലി അത്രയ്ക്ക് അങ്ങനെയാണ്. ആ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എന്റെ സിസ്റ്ററോടാണ്. പിന്നെ മൈ ഹസ്ബൻഡ് ഈസ് ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട് ബിക്കോസ് ഓൾ തിങ്സ് ആർ ഷെയറിങ് വിത്ത് മൈ ഹസ്ബൻഡ്സ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനോടാണ് ഷെയർ ചെയ്യുന്നതും, എല്ലാം സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതും എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് എല്ലാ കാര്യത്തിനും.
ഓക്കെ സാർ, അത്രേ ഉള്ളൂ. ഞാൻ വളരെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സാർ ഞാൻ കയറിയത്. ക്ലാസ്സിൽ 2 മണി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ അത് എനിക്ക് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഹാൻഡ് റൈസ് ചെയ്തത് സാർ. Okay, no problem. Etu. Afna, get ready. Surya പറയും. Good afternoon, sir. Yes. My best friend is Jasna because she is my cousin. She is very supporting and lovely character. We studied together. പിന്നെ എല്ലാ കാര്യവും ഒരുമിച്ച് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. Yes. Okay, Surya. Very good. Merli, you get ready. Afna, പറയും. Good afternoon, sir. Yes, good afternoon. My best friend is my husband because Yes. he is a good listener and also I am a good listener for him. Yes. He cares me like a father, mother, and etc. We Yes. both share everything. He fulfills my smallest wishes. Yes. When we talk, I always make fun of each other. If Yes. I have any problem, immediately he understood and comes me by make fun. He always funny. He is my everything. Oh, പിന്നെ yes. ബെസ്റ്റ് Very ഫ്രണ്ട് good. എന്ന് പറയാൻ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ. അപ്പൊ ശ്രീചിത്ര വെച്ചായിരുന്നു സർജറി. ആ സർജറിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും, മിക്കവാറും ഞാൻ മരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ 1 മാസത്തെ ലീവ് എടുത്ത് സർജറിയുടെ തലേ ദിവസം വന്ന് എന്തോ തന്നെ അറിയത്തില്ല. ആ സമയത്ത് എന്നെ അത്രയും ഒരു നല്ല രീതിയിൽ എന്നെ സമാധാനിപ്പിച്ച് നിർത്തിയത് ഇക്കായായിരുന്നു. Yes. അതേപോലെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഉമ്മ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഇക്കാടുത്ത പറയുന്നത്. അതേപോലെ തിരിച്ച് ഞങ്ങള് Yes. എന്റെ അടുത്ത്. Okay. After we can understand your feelings. അതാണ് to have a best partner in life. That is a luck. നമുക്ക് മനസ്സിന് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ലക്ക് തന്നെയാണ്. Yes. Okay, Afna. Very good. Sujala Bindu, get ready. Merli പറയും. Good afternoon, sir. Yes, good afternoon. My best friend is Ashwini. Yes. She is my classmate. Yes. She is very support and innocent. Yes. She always help everyone. We go to school together. Yes. We study and play together. Yes. She is good and true friend. I love my best friend very much. Yes. പിന്നെ എന്റെ ഹസ്ബൻഡും എനിക്ക് വളരെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും എല്ലാം കൂടെ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ 11 വർഷക്കാലം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ എന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നിന്നത് എന്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയതും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അയച്ചതും ഒരു ദിവസം പോലും വീട്ടിൽ വരാതെ എന്നെയും കൊണ്ട് വീട്ടിൽ വന്നിട്ടുള്ളൂ. 1 മാസം വരെ ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെയൊക്കെ വളരെയധികം സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് എന്റെ ഹസ്ബൻഡും. എനിക്ക് വളരെ വലിയ ഫ്രണ്ട്, ഞങ്ങളെല്ലാം വലിയ ഫ്രണ്ടാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്. Okay. Very good. സുഹൈറ പറഞ്ഞതാണോ? ഇല്ല, പറഞ്ഞിട്ടില്ല സർ. സുഹൈറ സുനൈന പറഞ്ഞതാണോ? യെസ് സർ, പറഞ്ഞു. സുനൈനയും അബീറയും ശരണിയും പറഞ്ഞതല്ലേ? അപ്പൊ ഇനി സുഹൈറയും കൂടി ഉള്ളൂ. ഓക്കെ സുഹൈറ, യെസ് പറയൂ. My best friend is Majida. She is my childhood friend. She is very kind and helpful person. She shares everything with me. We share all our secrets each other. She was very smart and intelligent, and she have a special ability to solve all problems quickly. She can understand my each emotion without telling, and she support in every situation with a smiling face. Unfortunately, she is no more. She passed away in an accident at 2023. Still, I can't accept that truth. She lives in my heart till my death. Okay, സുഹൈറ, let her rest in peace. Okay, very good. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരോടും നന്ദി പറയാം ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. യെസ്, നേരത്തെ ഞാൻ താൻസിയ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. താൻസിയ മകളെ കാണിച്ചിട്ടുണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ
ഞാൻ ഇതിൻ്റെ അകത്ത് തുടക്കം തുടങ്ങി വിചാരിച്ചത് ആരായിരിക്കാം മൈ ഹസ്ബൻഡ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു വെച്ചിരുന്നു. അപ്പൊ അത് ആദ്യം പറഞ്ഞത് ഹസീനയാണ് അല്ലേ? ഹസീന പറഞ്ഞു മൈ ഹസ്ബൻഡ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, മെർലി പറഞ്ഞു, അപ്ന പറഞ്ഞു, സോജി പറഞ്ഞു അല്ലേ? ഞാൻ ആര് പറയുമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഹസീനയിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനത്തെ ആരേക്ക് വന്നിട്ട് മെർലി ഉണ്ടായിരുന്നു, അപ്ന ഉണ്ടായിരുന്നു, സോജി ഉണ്ടായിരുന്നു. യെസ്, അല്ല ഞാൻ എന്റെ മനസ്സിൽ വെറുതെ വിചാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ആര് പറയുമായിരിക്കും എന്ന് വിചാരിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. അപ്പൊ ഐ കൺഗ്രാജുലേറ്റ് എവരിബഡി ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോ ഓരോരുത്തരുടെ പേര് പറയില്ലേ, ഇന്ന ആൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഇന്ന ആൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പക്ഷെ എനിക്ക് ഇതിലൊരു ഒപ്പീനിയൻ എന്താ വെച്ചാല്, നമ്മളായിരിക്കാറാ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മൾ തന്നെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നമ്മൾ എങ്ങനെയാണോ എന്താണോ എങ്ങനെയാണോ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഇഗ്നോർ ചെയ്യില്ല. നമ്മളെ സെൽഫ് റെസ്പെക്ട് നമ്മൾ ചെയ്യും. അതേപോലെ നമ്മളെ ഹാപ്പി ചെയ്യാൻ തന്നെ നമ്മൾ സ്വയം പ്രയത്നിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങൾ ഹാപ്പി ആയി നിൽക്കണം. ഞാൻ തന്നെ മനസ്സിലാക്കണം. ഞാൻ തന്നെ ഞങ്ങൾ തന്നെ വിചാരിക്കും ഐ ആം എ ബ്യൂട്ടിഫുൾ. അത് ഞങ്ങളെ തന്നെ പറയും. അപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമാണ്. യെസ്, ഞാനിത് നമ്മുടെ തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ ക്ലാസ് നമ്മളെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങൾ ആദ്യം ആര് ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കണം. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് വലത് കൈ കൊണ്ട് ഇടത്തെ തവളത്ത് തട്ടിയിട്ട് പറയണം ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്നു എന്ന് പറയണം. അന്ന് ഞാൻ പറഞ്ഞൊരു വാചകമാണ്. എത്ര പേര് ഓർത്തിരിക്കുന്നത് എനിക്കറിയില്ല. യെസ്, അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. ഞാൻ ആ ഒരു ക്യാരക്ടറാണ് സാർ. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല. ഐ ലവ് മൈസെൽഫ്. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ആര് താത്തി പറഞ്ഞാലും ഞാനത് ശ്രദ്ധിക്കൂല. എന്റെ ഇതില് ഐ ആം എ പെർഫെക്റ്റ്. യു ലവ് യുവർസെൽഫ്. ആദ്യം നിങ്ങൾ ആരെ സ്നേഹിക്കണം, നിങ്ങളെ സ്നേഹിക്കണം. വിദ്യയൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു ചാൻസ് വിദ്യക്ക് പറയാനുള്ള വാക്കുകൾ ആദ്യമായതുകൊണ്ട് പറഞ്ഞപ്പോ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. ഓക്കെ, വിദ്യയുടെ ഹലോ സാർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഹസ്ബൻഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പ്രത്യേകിച്ച് അമ്മമാരില്ലാത്തവർക്ക്. ഇപ്പൊ എനിക്ക് മമ്മി ഇല്ല. അപ്പൊ അതുകൊണ്ട് അമ്മമാരില്ലാത്തവർക്ക് പ്രത്യേക ഹസ്ബൻഡിന്റെ ഒരു പ്രത്യേക കെയറിങ് ഉണ്ട്. നമ്മൾ അമ്മമാരോടല്ലേ കൂടുതൽ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നത്. അത് ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥാനത്ത് നമുക്ക് അമ്മമാരോട് പറയുന്നതിന് കൂടുതൽ എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഈ ഹസ്ബൻഡും നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അവരൊരു ഇത് തരുന്നുണ്ട് നമുക്ക്. അതൊരു എന്തോ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ആശ്രയിക്കാൻ നമുക്ക് ആരെങ്കിലും വേണം. യെസ്, ഞാനേ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി അല്ല, ഒരു സ്ത്രീ. അപ്പൊ അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം കേസൊക്കെ ജയിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവര് ഓക്കെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞൊരു വാചകമാണ്, സാർ ഇപ്പൊ അത് കേട്ടിട്ടൊക്കെ പറഞ്ഞു, പക്ഷെ ഇതുവരെയും എന്റെ ഭർത്താവ് എന്നോട് ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് എന്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്ന ഫീലിങ്സ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രഹസ്യമായിട്ട് ഭർത്താവിനോട് പറഞ്ഞു, അതെ അത് ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ട്, അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കേസ് വിജയിപ്പിച്ചെടുത്തതല്ലേ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കണം. ഞാൻ പറഞ്ഞു എന്ന് അവരറിയണ്ട, അല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് ചെയ്യുന്ന പോലെ ഇതൊന്ന് പറയും എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ആ ഭർത്താവ് പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ അത് എന്നോട് പറയാനായിട്ട് വന്നെങ്കിലും, സാറേ എന്റെ ഭർത്താവിനെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ ഇന്നിടക്ക് സംഭവിക്കും. യെസ്, അപ്പോ നിങ്ങളുടെ സജീവമായിട്ടുള്ള ആ കോഓപ്പറേഷൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് പറയും? Good afternoon all. Today we were discuss about our best friends. It was very nice experience with Job sir. We already learned about the articles in the last class. So we will discuss more about the portion in the next class. So thank you all. Thank you, Job sir. This is Neenu Mahesh signing off. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പത്രക്കാര് ലാസ്റ്റ് സൈൻ ഔട്ട് കൊടുക്കുന്നവര് അല്ലേ? ഡൽഹിയിൽ നിന്ന് പ്രസാദ് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? വെരി ഗുഡ് നീനു, വെരി ഗുഡ്, വെരി ഗുഡ്. എപ്പോഴും പ്രൊഫഷണലിസം വരട്ടെ, ബി പ്രൊഫഷണൽ. ഓക്കെ,
പ്രൊഫഷണൽ ടച്ച് എപ്പോഴും വരുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ. ഓക്കെ, സീ. Thank you, sir. Thank you, sir. Okay.